നമസ്കാരം. ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ടുള്ള ഡ്രോയിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ക്ലോസ്ഡ് ആയിട്ടുള്ള അടച്ചു പിടിച്ചിട്ടുള്ള കണ്ണുകളാണ് നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത്. ആൻഡ് ഇത് വരച്ച് തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് ആകെ ആവശ്യമുള്ള സംഭവങ്ങൾ ഒരു സാധാ പേപ്പറും, ഞാനിവിടെ ഒരു ചാർട്ട് പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ചാർക്കോൾ പെൻസിൽ അല്ലെങ്കിൽ നോർമൽ പെൻസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ആർട്ട് വർക്ക് എൻ്റെ പേഴ്സണൽ ഡ്രോയിങ് സ്റ്റൈലിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് നേരം കഴിയുന്ന സമയത്ത് കുറച്ച് ഡിഫറെൻറ്റ് ടൂളുകൾ, സിമ്പിളായിട്ടുള്ള ടൂളുകൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമസ്കാരം, എൻ്റെ പേര് സച്ചിൻ. ഐ ആം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം. വെൽക്കം ടു അവർ ആർട്ട് ചാനൽ. ഞാൻ വരയ്ക്കുന്ന ചിത്രം ക്യാമറയിൽ വിസിബിൾ ആക്കാനായിട്ട് ഞാൻ ഡാർക്കർ ആയിട്ടുള്ളൊരു ചാർക്കോൾ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധാ ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ടും ഈ ചിത്രം വരയ്ക്കാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് പേപ്പറിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം രണ്ട് സൈഡിലായിട്ട് രണ്ട് സർക്കിൾ വരയ്ക്കുക. നമ്മുടെ രണ്ട് കണ്ണിൻ്റെയും കൃത്യമായിട്ടുള്ള പൊസിഷൻ മാർക്ക് ചെയ്യാനായിട്ട് ഈ ഷേപ്പും ലൈനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഷേപ്പും ഗൈഡ് ലൈൻസും ആണ്. അതുകൊണ്ട് തന്നെ അത് ലൈറ്റായിട്ടും തിന്നായിട്ടും വരയ്ക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് വെർട്ടിക്കലായിട്ടുള്ള ബോർഡിൽ ഇത്തരത്തിലൊരു ട്യൂട്ടോറിയൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വരച്ച ലൈൻസൊക്കെ ചെറുതായിട്ടൊന്ന് വളഞ്ഞു പോയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ഫിനിഷിംഗ് സ്റ്റേജിലോട്ട് വരുന്ന സമയത്ത് നമുക്കിതെല്ലാം കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ കൺപോളയാണ് വരയ്ക്കുന്നത്. കണ്ണിന് അടയ്ക്കുന്ന സമയത്ത്, അടച്ചു വെച്ചിരിക്കുന്ന കണ്ണാണല്ലോ നമ്മൾ വരയ്ക്കുന്നത്. അങ്ങനെ കണ്ണടയ്ക്കുന്ന സമയത്ത് കൺപോള ഇത്തരത്തിൽ കർവായിട്ടായിരിക്കും കാണുന്നുണ്ടായിരിക്കുക. അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ സർക്കിൾ വരച്ചിട്ട് ഇതെല്ലാം വരയ്ക്കുന്ന കാരണം നമുക്ക് ഷേപ്പ് മാറാതെ കൃത്യമായിട്ട് വരച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഐലാഷസ് അഥവാ കൺപീലികൾ വരയ്ക്കാം. ഓരോ കൺപീലിയും സെപ്പറേറ്റ് വരയ്ക്കുന്നത് അവസാനത്തെ സ്റ്റെപ്പിലാണ്. ഇപ്പം ഞാൻ കൺപീലിയുടെ ടോട്ടൽ ഷേപ്പ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് വളരെ ലൈറ്റായിട്ട് ഒന്ന് മാർക്ക് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം ലൈറ്റ് ആക്കാനായിട്ട് നോക്കിക്കോളൂ. ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യും മുമ്പ്, ഷെയ്ഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും മുമ്പ് ഈ മാർക്കിംഗ് ലൈൻസൊക്കെ ഇറേസ് ചെയ്ത് കളയാനും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഐബ്രോസ് വരയ്ക്കാം, പുരികം വരയ്ക്കാം. പുരികം വരയ്ക്കുന്ന സമയത്ത് ഇഷ്ടമുള്ള ഷേപ്പ് നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലൊരു ഷേപ്പാണ് ഞാൻ വരയ്ക്കുന്നത്. എന്നിട്ട് അതിന് തിക്നെസ്സും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പുരികം വരച്ച് നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. ആൻഡ് അങ്ങനെ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ രണ്ട് എക്സ്ട്രാ ടൂൾസ് നമ്മുടെ ഡ്രോയിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഗ്രാഫൈറ്റ് പൗഡറാണ്, രണ്ടാമത്തെ ഒരു കോട്ടൺ ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഡ്രോയിങ്ങിൽ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡിഫറൻസ് ആണ് വരുന്നത് നമുക്ക് നോക്കാം. കോട്ടൺ നമ്മുടെ ഗ്രാഫൈറ്റ് പൗഡറിൽ മുക്കിയിട്ട് പേപ്പറിൻ്റെ മുകളിലൂടെ വളരെ സോഫ്റ്റായിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ആൻഡ് ഷാഡോ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുത്ത് ഷെയ്ഡിങ് ചെയ്യാതെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചിത്രം കംപ്ലീറ്റ് ആക്കാനായിട്ട് ഈ ഒരു പ്രോസസ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. വളരെ സിമ്പിളായിട്ടില്ലേ? നമ്മളിത് ലൈറ്റ് ആൻഡ് ഷാഡോ ബിൽഡ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഗ്രാഫൈറ്റ് പൗഡറും കോട്ടണും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഐബ്രോസ് വരയ്ക്കാം. ഐബ്രോസ് വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐബ്രോസിൻ്റെ ഓരോ ഹെയർ ഉണ്ടല്ലോ, അത് സെപ്പറേറ്റ് 1 by 1 ആയിട്ട് വരച്ചെടുത്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഡയറക്ഷനും കൂടി നോക്കുക. ഐബ്രോസിൻ്റെ നടുക്കൊക്കെ എത്തുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ഡയറക്ഷൻ കണ്ടോ, ഇങ്ങനെ ഒരു പാരലൽ എന്നുള്ള രീതിയിലോട്ട് മാറിപ്പോയി താഴത്തോട്ട് വളയുന്ന സമയത്ത് അത് താഴത്തോട്ടായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ ഐബ്രോ ഒന്ന് കണ്ണാടിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് മാറുന്നത് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും. അങ്ങനെ എൻ്റെ സ്വന്തം ഐബ്രോസ് കുറച്ചൊന്ന് കണ്ണാടിയിലൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു ചിത്രം ഞാൻ ഇത്തരത്തിൽ വരച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഐലാഷസ് വരയ്ക്കാം. നമ്മൾ ഐബ്രോസ് വരച്ച പോലെ തന്നെ ഐലാഷസിൻ്റെയും എല്ലാ ഹെയേഴ്സും നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് ഇവിടെ വരയ്ക്കുന്നുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ ടോട്ടൽ ഐലാഷസിൻ്റെ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ 1 by 1 ആയിട്ട് വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ടോട്ടൽ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആ ഒരു പ്രോസസ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ ഐബ്രോ വരച്ചിട്ടുള്ള പോലെ തന്നെ സെയിം മെത്തേഡ് തന്നെയാണ്, പക്ഷെ അത് വളയുന്ന രീതി, ഡയറക്ഷൻ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ റിപ്പീറ്റഡ്ലി ചെറിയ ചെറിയ ലൈൻസ് വരച്ചിട്ട് ഐലാഷസ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ചാർക്കോൾ പെൻസിൽ എടുത്തിട്ട് കുറച്ചും കൂടി ഡാർക്ക് ആവണം എന്ന് തോന്നുന്ന ഭാഗങ്ങൾ കുറച്ചും കൂടി ഡാർക്കാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഐസ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിൽ ബ്ലെൻഡിങ് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ കോട്ടൺ എടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിത്രം സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി. ആൻഡ് ഇത് നമ്മൾ കുറച്ച് മിനിറ്റുകൾക്കകം ചെയ്ത ഒരു ഡ്രോയിങ് ആണ്. നിങ്ങൾ കുറച്ചുകൂടി സമയം എടുത്ത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നല്ല റിസൾട്ട് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അടുത്ത ട്യൂട്ടോറിയലുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക്
ആർട്ട് ക്ലാസ് ARTCLASS എന്ന് ടൈപ്പ് ചെയ്ത് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുക. അതിനുശേഷം വാട്സപ്പിലൂടെ തന്നെ നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച ആർട്ട് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.